ലയോ 14 പാപ്പ വത്തിക്കാനിലെത്തിയ വ്ളാദിമിർ സെലൻസ്കിയുമായി സമാധാന ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു വലിയ വാതിൽ മലർക്കെ തുറന്നിട്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ലോകവും കാത്തിരിക്കുന്നത് അതുതന്നെയാണ്. ഒരു വലിയ സമാധാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതാണ് ലോകവും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ചർച്ചകൾ നടത്തി, ഒരുപാട് സമാധാന കരാറുകളിലേക്ക് നീങ്ങുവാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ആ സമയത്ത് ലയോ 14 പാപ്പ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവുമായി മുന്നോട്ട് വരുമ്പോൾ അത് ലോകം ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതിന്റെ സാധ്യതകളെ കുറിച്ചും അത് ലോകത്തിന് നൽകുന്ന പ്രതീക്ഷകൾ എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ റോബിൻ, എൻ്റെ കൂടെ ഉള്ളത് ജോജി അരുൺ. ജോജി അരുൺ, നമുക്കറിയാം ഈ ഉക്രൈൻ റഷ്യ യുദ്ധം അതങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെ നോക്കിയിട്ടും ആ യുദ്ധത്തെ പിടിച്ച് കെട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ട്രംപ് വന്നിട്ട് ഒരുപാട് നാളുകളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു സീസ് ഫയറിലേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പലരും പല നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ 14 പാപ്പ ലിയോ 14 പാപ്പ അദ്ദേഹം സെലൻസ്കിയുമായി സംസാരിക്കുന്നു. സെലൻസ്കിയോട് പറയുന്നു, ഞാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ തന്നെ ജോർജിയ മെലോണി അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇറ്റലിയിലേക്ക് വരാം, അവിടെ ചർച്ച നടത്താമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ട്രംപിനും അപ്പുറത്ത് നമുക്കറിയാം, ട്രംപ് ഇതുമായിട്ട് ഇടപെടുന്നതും ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇടപെടുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പോപ്പ് ഇടപെടുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ട്രംപിന്റെ ഇടപെടൽ നമുക്കറിയാം, ഇത്രയും നാളത്തെ ആ ഇടപെടലുകൊണ്ട് നമുക്കറിയാം ഒരു ബിസിനസ് ടൈപ്പ് ഇടപെടലാണ് ട്രംപിൻ്റേത്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ബിസിനസ്സാണ് അദ്ദേഹം കാണുന്നത്, ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം കാണുന്നത്, ഒരു ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് അദ്ദേഹം കാണുന്നത്. അതിനെല്ലാം അപ്പുറത്ത് പോപ്പ് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ, ഇടപെടാമെന്ന് സംഭവിക്കുമ്പോൾ, മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുമ്പോൾ, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ ഒരു സ്വാർത്ഥതയുടെ കലർപ്പില്ലാത്ത ഒരു സമാധാനത്തിലേക്ക് ഈ ഉക്രൈൻ റഷ്യ ആ ഒരു മേഖല പോകാനുള്ള സാധ്യത കൂടുതലല്ലേ? നമുക്കറിയാം, ഈ ഉക്രൈൻ റഷ്യ വാർ കഴിഞ്ഞ 4 വർഷമായിട്ട് ലോകത്തെ ശരിക്കും പിടിച്ചു കുലുക്കിയ ഒരു വലിയ യുദ്ധമാണ്. മറ്റൊരു പ്രശ്നം വെച്ചാൽ യാതൊരു വ്യക്തതയുമില്ല. അല്ലെങ്കിൽ ഇത് എന്ന് അവസാനിക്കും, എപ്പോൾ അവസാനിക്കും, ആരാ വിജയിക്കുന്നത്, ആർക്കാണ് നഷ്ടം, ആർക്കാണ് നേട്ടം, ഒന്നിനെക്കുറിച്ച്. പക്ഷേ നമുക്കറിയാം അത് വലിയൊരു ദുരിതത്തിലൂടെയാണ് ശരിക്കും കടന്നു പോകുന്നത്. അപ്പം ലക്ഷക്കണക്കിന് സൈനികരുടെ മരണം, പിന്നെ സിവിലിയൻസിൻ്റെ ആ ഒരു കാഷ്വാലിറ്റിയെക്കുറിച്ചൊന്നും യാതൊരു വ്യക്തതയില്ല ശരിക്കും. അപ്പോൾ റഷ്യയുടെ കാര്യമായ കാരണം ഒന്നും വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ റഷ്യ പറയുന്നവർക്ക് മുന്നേറ്റമാണെന്ന്, യുക്രൈൻ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചടിക്കുന്നു. അപ്പം ശരിക്ക് ലോകത്തെ നന്നായിട്ട് ഡിവൈഡ് ചെയ്ത യുദ്ധമാണ് ശരിക്കും മനസ്സിലാക്കണം. കാരണം വെച്ചാൽ യൂറോപ്പിനും സഖ്യകക്ഷികൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ശരിക്കും യുദ്ധം അവസാനിപ്പിക്കണം എന്നില്ലേന്ന് തന്നെ നമുക്ക് ചിന്ത വരും. പലപ്പോഴും ഫ്രാൻസിൻ്റെ, ബ്രിട്ടൻ്റെ, അതുപോലെ മേജർ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവരുടെ ആ ഒരു തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സംസാരം, അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ശൈലി, ഈ യുദ്ധത്തിലുള്ള അവരുടെ സമീപനം, അതാണ് എന്നുവെച്ചാൽ അവരെ കൂടുതൽ യുക്രൈനെ കൂടുതൽ ഫണ്ട് ചെയ്യാനും അതുപോലെ ആയുധം കൊടുക്കാനും വെപ്പണൈസ് ചെയ്യാനും ഒക്കെ ഉള്ള വലിയ ശ്രമം നടക്കുന്നത്. എന്നാൽ അണുവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ. എന്താണല്ലോ അതൊരു സൂപ്പർ പവറാണ്, അതിനെന്ത് ചെയ്യാൻ സാധിക്കും, യുക്രൈൻ എന്ന രാജ്യം അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ആ ഒരു ചിന്തയില്ല ശരിക്കും. യുക്രൈൻ എന്ത് സംഭവിച്ചാലും വിഷയമില്ല, റഷ്യ ജയിക്കരുത്. അല്ലെങ്കിൽ റഷ്യ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ ഒരു സ്ട്രാറ്റജിയാണിത്. യൂറോപ്പിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ അവർക്ക് റഷ്യയുടെ ഒരു പതനം, അല്ലെങ്കിൽ റഷ്യ ഒരു യൂറോപ്പിന് ഒരിക്കലും ഭീഷണിയായി മാറരുത്, ആ ഒരു ചിന്തയുണ്ടെന്ന്. അതാണ് അവരുടെ ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചിന് കാരണം. പക്ഷെ അത് ഭയങ്കര അപകടമാണ്. മറ്റൊരു റെസിപ്പി ആണെങ്കിൽ അങ്ങനെ പോകുമ്പോൾ റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാവുകയാണ്. അത് നമ്മൾ കാണുന്ന അത്ര നല്ലൊരു സിമ്പിളല്ല ശരിക്കും അത്. കാരണം ആ രീതിയിലുള്ള അവരുടെ ബന്ധം ശക്തമാകുന്നിടത്തോളം കാലം അത് ലോകത്തിന് തന്നെ അപകടമാണ് ശരിക്കും. ഇനി ഇവിടെ റോം പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ ട്രംപ് വന്നപ്പോൾ വളരെ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ട്രംപിൻ്റെ അപ്രോച്ച് കാണുമ്പോൾ മനസ്സിലാക്കാൻ വെച്ചാൽ ട്രംപ് ഇതൊന്നും അത്ര സീരിയസ് അല്ലെന്നാണ് തോന്നുന്നത്. വെച്ചാൽ ട്രംപിൻ്റെ ലക്ഷ്യം മറ്റു പലതാണ്, അതിരുകടന്ന ഒരു ദേശീയവാദം, അങ്ങനെ രീതിയിൽ പറയേണ്ടത്. ചില അമേരിക്കയുടെ ബെനിഫിറ്റ് മാത്രം എന്ന് പറയും. അതിനിടയ്ക്ക് ട്രംപിൻ്റെ വ്യക്തിപരമായ ബെനിഫിറ്റ് ഉണ്ടെന്നും പലരും പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമല്ലേ നമുക്ക് ശരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ബിസിനസ് കണ്ണിലൂടെ ഒന്നിലും ഒരു ആത്മാർത്ഥമില്ലാത്ത ഇടപെടൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് പുട്ടിനായിട്ട് സംസാരിക്കുന്നു, സെലൻസ്കിയെ വിളിക്കുന്നു, സെലൻസ്കിയെ ഫയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓർത്ത് എന്തെങ്കിലും സംഭവിക്കുക, പക്ഷേ ഒന്നും സംഭവിച്ചില്ല ശരിക്കും. അത് കാര്യമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ ശരിക്കും എന്നാ പറയുക ട്രംപിന് സാധിക്കുന്നില്ല. അപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ട്രംപ് പുട്ടിനുമായിട്ട് 2 മണിക്കൂർ നീണ്ട ചർച്ച നടത്തി. അപ്പോൾ അവിടെ ട്രംപ് പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്, വത്തിക്കാൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഇവിടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അവരിലൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ റോയ് മറ്റൊരു രീതി നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ കണ്ണുകൾ വീണ്ടും ലിയോ 14 മാർപ്പാപ്പയിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്.
പാപ്പ സ്ഥാനം ഇപ്പം പാപ്പ സ്ഥാനമേറ്റിട്ടേ ഉള്ളൂ, ശരിക്കും ഒരു കുറച്ച് നാളായിട്ടുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിനെ അതുപോലെ വിടാതെ പിന്തുടരുന്നുണ്ട് ലോകത്തിൻ്റെ കണ്ണുകൾ. കാരണം വെച്ചാൽ അതിപ്പം ഗാസയിലെ ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ യുക്രൈൻ്റെ ഇഷ്യൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഏത് ഇഷ്യൂലാണെങ്കിലും അദ്ദേഹത്തിലേക്ക് ഒരു ഫോക്കൽ പോയിന്റ് പോലും കാണിച്ചിരിക്കുക. അവിടെ ഈ ജോർജിയ മെലോനി ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ പറയുകയാണെങ്കിൽ ഞങ്ങൾ അത് ഉറപ്പായിട്ടും അതിനുള്ള എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ ചില രാജ്യങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, പോപ്പ് ലിയോ പദവന്മാർ അപ്പോൾ ഇനിഷ്യേറ്റീവ് എടുത്ത് സെലൻസ്കിയായിട്ട് സംസാരിക്കുന്നു, അതുപോലെ മാർക്കോ റൂബിയായിട്ട് സംസാരിക്കുന്നു, JD വാൻസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്, എന്തെങ്കിലുമൊക്കെ ലിയോ പാപ്പയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ലോക നേതാക്കൾ അവർക്ക് വിശ്വസിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ട്രംപിനെ കൊണ്ട് അവർക്ക് ഇപ്പം ആ ഒരു പ്രതീക്ഷയില്ല. കാരണം വെച്ചാൽ പുടിൻ ട്രംപിനെ എത്രമാത്രം അനുസരിക്കുന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ശരിക്കും ഇപ്പോൾ ഈ രണ്ട് ചേരിയും ശക്തമായിട്ട് പോകുമ്പോൾ ശരിക്കും വത്തിക്കാൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് അവിടെ ഞാൻ വീണ്ടും ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് വത്തിക്കാൻ മാറും നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. കാരണം വെച്ചാൽ ഈ പോപ്പിൻ്റെ ആദ്യത്തെ ആ ഒരു സമീപനങ്ങൾ, പലപ്പോഴും ലോകരാജ്യങ്ങളുടെ സമീപനങ്ങൾ, അതുപോലെ ലോക ഇഷ്യൂയിലുള്ള അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പരാമർശങ്ങൾ, അതൊക്കെ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, ഇതൊക്കെ വളരെയേറെ പ്രത്യാശ നൽകുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ഇങ്ങനെ ഇത് തന്നെ പറയും, ഈ പരിഹരിക്കപ്പെടാതെ പോകുന്ന ഈ ഒരു പ്രശ്നത്തിൽ ഉറപ്പായിട്ടും പോപ്പിൻ്റെ ഒരു കടന്നുവരവ്, പോപ്പിൻ്റെ ഇൻ്റർഫിയറൻസ്, വത്തിക്കാൻ്റെ ഇൻ്റർഫിയറൻസ്, കാരണം വെച്ചാൽ ലോക മനസാക്ഷിയാണല്ലോ വത്തിക്കാൻ ശരിക്കും. എന്നും അങ്ങനെ തന്നെ. അത് എപ്പോഴും പോപ്പുമാരിലേക്ക്, പരിശുദ്ധ പിതാവിലേക്ക് എപ്പോഴും ലോകത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും പായുന്നുണ്ട്. അത് എത്രമാത്രം ലോകം ഡിനേ ചെയ്താലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ശരി, അത് സത്യമായ കാര്യമാണത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശരിക്കും ഒരു സമാധാനമാണ് ആവശ്യം ശരിക്കും. ഇത് ഇനി യുദ്ധം മുൻപോട്ട് നീങ്ങുന്നത് ലോകത്തിന് അപകടമാണ് ശരിക്കും. എല്ലായിടത്തും തകർച്ച ഉണ്ടാകുന്നത്. ഇപ്പോൾ റഷ്യയുടെ കാര്യമാണല്ലോ, യുക്രൈൻ്റെ കാര്യമാണല്ലോ. യുക്രൈൻ ഒരിക്കലും റഷ്യയെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതെല്ലാം യൂറോപ്പിൻ്റെ വെറുതെ മോഹങ്ങൾ മാത്രമാണ്. മറിച്ച് റഷ്യ ആരെങ്കിലും ഒരു അറ്റാക്ക് ചെയ്ത യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് വലിയ നഷ്ടമായി മാറുകയും ചെയ്യും. അവർ തിരിച്ചടിച്ച് ഉണ്ടാകും, ഒരു പക്ഷേ അങ്ങനെ ചെയ്യും, പക്ഷേ എങ്കിൽ പോലും നഷ്ടം ഇരു വിഭാഗത്തും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തുകൊണ്ടും പോപ്പിൻ്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ പോപ്പിൻ്റെ കടന്നുവരവ് തികച്ചും സഹതാപമാണ്. നമുക്ക് ശുഭകാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്ല, അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ വളരെ വ്യക്തമാണത്. കാരണം പോപ്പ് സെലൻസ്കിയോട് നേരിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു ഞാൻ മാധ്യസ്ഥം വഹിക്കാമെന്ന്. അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ മാധ്യസ്ഥം വഹിക്കാമെന്ന് പറയുമ്പോൾ കൃത്യമായ വിഷൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഈ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു വിഷൻ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരല്പം കൂടെ നമ്മൾ ചരിത്രത്തിലേക്ക് ഇച്ചിരി ഡെപ്തിലേക്കും കൂടെ പോയിച്ചിട്ട് തിരിച്ചു വരണമെന്നാണ് തോന്നുന്നത്. അമേരിക്ക എന്തുകൊണ്ടാണ് ട്രംപ് റഷ്യയുമായിട്ട്, ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായി ചേർന്ന് നിന്ന് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഈ 1814 കാലഘട്ടങ്ങളിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് യൂറോപ്പ് മുഴുവൻ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യമായി, വലിയ യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇതിനെ ലോകം ഇതിനെ കൗണ്ടർ ചെയ്ത്, ഈ നെപ്പോളിയൻ്റെ ഈ അധിനിവേശത്തെ കൗണ്ടർ ചെയ്ത്, നമുക്കറിയാം മാർപ്പാപ്പയെ അടക്കം അറസ്റ്റ് ചെയ്ത് വത്തിക്കാനിൽ നിന്ന് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ അവസരത്തിൽ യൂറോപ്പ്, പ്രഷ്യ, ഓസ്ട്രിയ, അതുപോലെ തന്നെ UK, അതുപോലെ റഷ്യ, അന്നത്തെ സാർ ചക്രവർത്തി, ഇവരുടെ നേതൃത്വത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ, പവർഫുൾ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ലീഗ്, ഒരു സംഘം രൂപീകരിക്കുകയും ആ സംഘം പിന്നീട് അങ്ങോട്ട്, അതിനുശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകദേശം പതനമെല്ലാം ആരംഭിക്കുന്ന, ഏകദേശം 1815 മുതൽ പതനം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം കുറച്ച് ഡെക്കേഡ്സോളം ഈ ലോകത്തിന്റെ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സമാധാനം സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇവർ തമ്മിൽ പല മത്സരങ്ങളും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഏകദേശം പ്രഷ്യ അങ്ങനെ ഓസ്ട്രിയയെ ആക്രമിക്കുന്ന സാഹചര്യം, അതിന് പിന്നീട് ഒന്നാം ലോക മഹായുദ്ധം അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചത് അമേരിക്ക, അതുപോലെ തന്നെ UK, അതുപോലെ തന്നെ USSR, ചൈന, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പിന്നെയും ഇതുപോലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളുടെ ഒരു സംഘം രൂപീകരിക്കുന്നു. അതിനുശേഷം ഇവർ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നെ USSR വലിയ ഒരു ഉയർച്ചയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ USSRനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കി കൊണ്ടുവരിക എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ USSR ഇല്ലാതാകുന്നു. ഏകദേശം 1991-92 കാലഘട്ടങ്ങളോടെ USSRന്റെ പതനം പൂർത്തിയാകുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പം അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയും ചൈനയും അവരുടെ മുൻപിലേക്ക്, അവരെ പുറകിലാക്കുക, മുന്നിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് അമേരിക്ക മാറുന്നു. പിന്നീട് അതിനുള്ള കളികളാണ് പിന്നെ നമ്മൾ ലോകത്തും കാണുന്നത്. അമേരിക്കയുടെ ആ പോലീസിങ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടന്നു കയറുകയും അവിടെ തങ്ങളുടെ പോളിസികൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതി കാണുന്നു.
അതിനുശേഷം പിന്നീട് കാലം ഇങ്ങ് മാറി വന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതാണ് നമ്മൾ ട്രംപിന്റെ ആദ്യത്തെ കാലഘട്ടവും ട്രംപിന്റെ രണ്ടാമത്തെ കാലഘട്ടവും തമ്മിൽ വലിയ വ്യത്യാസമുള്ളത് എന്ന് പറയുന്നത് റഷ്യയും ചൈനയും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് വളരെയധികം ഡെപ്തിലേക്ക് പോയിരിക്കുന്നു. അവരുടെ റിലേഷൻ മാറാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം ഡെപ്തിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ കൂടെ ഇറാനും ഉത്തര കൊറിയയും ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ട്രംപിന്റെ ഈ മിഡിൽ ഈസ്റ്റേൺ പോളിസി, ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റേൺ പോളിസി പോലും ഈ കഴിഞ്ഞ ദിവസം ഏകദേശം $2 ട്രില്യൺ ഏകദേശം സംസാരിച്ചു വെച്ചേക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മിഡിൽ ഈസ്റ്റുമായിട്ട് അങ്ങനെയുള്ള ഒരു ഡീപ്പ് ഇന്റഗ്രേഷനിലേക്ക് പോകാൻ എനിക്ക് തോന്നുന്നു ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം പോലും ഒരു പക്ഷേ ഈ ചൈനയുടെയും റഷ്യയുടെയും ഈ ഒരു കൂട്ടായ്മയ്ക്കെതിരെയുള്ള ബദലായിട്ട് മിഡിൽ ഈസ്റ്റിനെ ഒരിക്കലും അങ്ങോട്ട് വിടരുത് എന്നുള്ളൊരു താല്പര്യമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ട് ട്രംപ് അമേരിക്കയോടും, ഇപ്പോൾ നമുക്കറിയാം സെലൻസ്കി അടക്കം നാണം കെടുത്തി വൈറ്റ് ഹൗസിൽ നിന്ന് വിടുന്ന സാഹചര്യം, അങ്ങനെ പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് ഈ 1814 നെപ്പോളിയനെതിരെ ഈ സ്വീകരിച്ച ആ ഒരു നയം ലോകത്തിലെ പ്രധാനപ്പെട്ട ശാക്തിക ചേരികളായിട്ടുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് കൂട്ടായ്മയോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക, അങ്ങനെ ഈ കോൺഫ്ലിക്റ്റുകളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ചരിത്രം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും അനലിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ചരിത്രം ട്രംപ് ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ റഷ്യയുടെ കൂടെ നിൽക്കുന്നു, ചൈനയുടെ കൂടെ നിൽക്കുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ കൂടെ നിർത്തുന്നു, ശക്തമായി കൂടെ നിർത്തുന്നു. അങ്ങനെ കൂടെ നിർത്തി അതുപോലെ തന്നെ ഇന്ത്യയെ കൂടെ നിർത്താനുള്ള പ്ലാനുകളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ബ്രസീലിനെ കുറിച്ചും പറയുന്നുണ്ട്, ബ്രസീലിനെയും കൂടെ നിർത്തണം. അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളെ കൂടെ നിർത്തി ലോകത്തിലൊരു സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം വിജയകരമാണ്, പക്ഷേ ഇപ്പോഴും അത് വിജയകരമാകുന്നില്ല. കാരണം റഷ്യക്ക് ഇപ്പോഴും സംശയമാണ് അമേരിക്കയെ. കാരണം ഇത്രയും ശാക്തികമായി കുറഞ്ഞു നിന്ന ഉക്രൈൻ ഇതുപോലെ റഷ്യക്കെതിരെ അടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നാറ്റോ കൊടുക്കുന്ന ആയുധങ്ങളാണ്. അതിനുള്ളിൽ പ്രധാനപ്പെട്ടത് അമേരിക്കൻ ആയുധങ്ങളാണ്. അതുപോലെ തന്നെ പിന്നെ ജർമ്മനിയുണ്ട്, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇവരുടെ ആയുധങ്ങളാണ് പ്രധാനമായിട്ടും ഇതിന് കാരണം. അപ്പോൾ അത്രയും ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റി ഉള്ളത് കൊണ്ട് തന്നെയാണ് റഷ്യയുമായിട്ട് ഇവർക്ക് ഇപ്പോഴും അടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. അപ്പോൾ റഷ്യ ആരോപിക്കുന്ന ഒരു കാര്യം, ഈ സീസ് ഫയറിലേക്ക് പോയിട്ട് ഈ സമയം ഇവരെന്തിന് വിനിയോഗിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ വിനിയോഗിക്കുന്നത് ആയുധങ്ങൾ കോപ്പ് കൂട്ടാനും സൈനികമായി ശക്തി നേടാനുമാണ്. കാരണം ഈ ഉക്രൈൻ ഇതിനു മുൻപ് ഉക്രൈൻ്റെ സൈനികരെല്ലാം ഇല്ലാതായതിനു ശേഷം ഏകദേശം 4ഓളം തവണ ഉക്രൈന് പുറത്തേക്ക് ഉക്രൈനിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോയി സൈനിക പരിശീലനം കൊടുത്ത് പിന്നെയും റീഇൻസ്റ്റാൾ ചെയ്താണ് ഇതുപോലെ ഉക്രൈനെ നാറ്റോ പിടിച്ചു നിർത്തിയേക്കുന്നത്, റഷ്യക്കെതിരെ പിടിച്ചു നിർത്തിയേക്കുന്നത്. അപ്പോൾ ഈ സമയം ഇതിനു വേണ്ടി അവർ ഉപയോഗിച്ചാലോ എന്നുള്ളത്, എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും സംശയമാണ് ഒരു സീസ് ഫയറിലേക്ക് എത്താൻ, ഒരു സമാധാനത്തിലേക്ക് എത്താൻ. ആ സമയത്താണ് ലിയോ 14 പാപ്പ അതിൻ്റെ ഇടയിലേക്ക് വരുന്നതും ഞാൻ സമാധാനത്തിന് വേണ്ടി സംസാരിക്കാം എന്ന് പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ പ്രതീക്ഷയുടെ ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടിയാണ്. അപ്പോൾ അരുൺ, എങ്ങനെയാണ് നമുക്ക് ഈ ലിയോ 14 പാപ്പയുടെ ഇടപെടലിനെ നമുക്ക് എങ്ങനെയാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? റോബിനെ, ട്രംപ് തോറ്റെടുത്താണ് ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രംപ് താൻ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്തെല്ലാം പറഞ്ഞിരുന്നു, ഞാൻ റഷ്യ യുക്രൈൻ യുദ്ധം നിർത്തും, ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കും, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ട്രംപിന് ഒരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ട്രംപ് ആശ്രയിച്ചത് അമേരിക്കയുടെ ഒരു ശക്തിയുടെയും അമേരിക്കയുടെ ഒരു പവറിലാണ് ട്രംപ് ആശ്രയിച്ചിട്ട് ട്രംപിൻ്റെ വാഗ്ദാനങ്ങൾ പറഞ്ഞു. ട്രംപിന് ഉറപ്പുണ്ടായിരുന്നു, ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ നിൽക്കേണ്ടടുത്ത് നിൽക്കും, നിർത്തേണ്ടടുത്ത് നിർത്താൻ പറ്റും എന്നൊരു കോൺഫിഡൻസിലാണ് ട്രംപ് ഇതെല്ലാം പറഞ്ഞത്. ട്രംപിൻ്റെ ആഗ്രഹവും അത് തന്നെയാണ്, ലോക സമാധാനം തന്നെ. ഒരു ലോക നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചും ഒരു ലോകത്തിലേക്ക് ഒരു സമാധാനം ഉണ്ടാകണം. ഈ സമാധാനത്തിലൂടെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം അത് നടപ്പാക്കുകയും ചെയ്യണം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹം കൈവച്ചെടുത്തെല്ലാം അദ്ദേഹത്തിന് കൈ പൊള്ളുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അദ്ദേഹം പരമാവധി അദ്ദേഹത്തിൻ്റെ കഴിവുപയോഗിച്ച് അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. ഇതിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ നോക്കിയത്. പക്ഷേ അവിടെയെല്ലാം അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അവസാനം അദ്ദേഹം തന്നെ പറയാണ്, ഇതിൽ വത്തിക്കാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാകും എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ട്രംപ് തൻ്റെ ശക്തിയിൽ, തൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. എന്നാൽ പോപ്പ് ലിയോ 14 മാർപ്പാപ്പ ധീരമായിട്ട് ചൂടുവെക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എത്ര റിസ്ക് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. താൻ സ്ഥാനാരോഹണം നടത്തി ഏതാനും ദിവസങ്ങൾ പോലും ആയിട്ടില്ല. ഈ ഒരു സമയത്ത് മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു വീഴ്ച, അതല്ലെങ്കിൽ മാർപ്പാപ്പ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം ഒന്നും ചെയ്യാൻ സാധിക്കാതെ മടങ്ങേണ്ടി വന്നാലത്തെ ഒരു അവസ്ഥ വളരെ
പരിതാപകരമായിരിക്കും. അത് അദ്ദേഹത്തിന് ഭാവിയിൽ ലോകത്ത് നടക്കാവുന്ന സംഭവങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾക്ക് വലിയൊരു വിഘാതം സൃഷ്ടിക്കുന്നതായിരിക്കും. പക്ഷെ അദ്ദേഹം ഉറച്ച സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. ആ സ്റ്റെപ്പ് എടുക്കുന്നത് അത് കർത്താവിനെ ആശ്രയിക്കാതെ അത് ചെയ്യാൻ സാധിക്കില്ല. ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ അമേരിക്കൻ ബാക്ക്ഗ്രൗണ്ടോ പെറുവിലെ മിഷണറി സ്പിരിറ്റോ ഇതൊന്നുമല്ല ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കർത്താവിന്റെ ശക്തി അല്ലെങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടണം. അത് വെളിപ്പെടും എന്ന ഉറപ്പ് അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ശ്രമത്തിലേക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു ലക്ഷ്യമോ മറ്റൊരു ആശ്രയമോ അദ്ദേഹത്തിനില്ല. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ തകരുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ല അവരുടെ അൾട്ടിമേറ്റ് എയിം. അവരെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഇല്ലാതായി തീരുന്ന റഷ്യയുടെ സൈനിക സാമ്പത്തിക ശക്തി ക്ഷയിച്ചു പോകണം. ഇതാണ് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നാറ്റോയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം. റഷ്യയെ സംബന്ധിച്ചിടത്തോളമാണ് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും നേടാനായില്ല. അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. യുക്രൈൻ്റെ കിഴക്കൻ പ്രദേശത്തെ ഏതാനും സ്ഥലങ്ങൾ അവരെ കീഴടക്കി എന്ന് അവർ പറയുമ്പോൾ തന്നെ റഷ്യയുടെ ഉള്ളിൽ ചെന്ന് യുക്രൈനും പലതും പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇതുപോലെ തന്നെ ഏകദേശം 10 ലക്ഷത്തോളം പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു രണ്ട് പക്ഷത്തുമായിട്ട്. ലോകത്ത് കേരളത്തിലെ മീഡിയകൾ വായിക്കുന്നവർക്ക് ഒരിക്കലും റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടെന്ന് പോലും അറിയില്ലായിരിക്കും. പക്ഷേ ഈ ഗാസയിലെ യുദ്ധത്തെക്കാളൊക്കെ 10 മടങ്ങ് നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സ്റ്റെപ്പാണ് ലയോ 14 മാർപ്പാപ്പ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായിട്ട് ഇറങ്ങിയിരുന്നു. പക്ഷേ അന്ന് 2022 റഷ്യ അദ്ദേഹത്തിന്റെ ഇടപെടലുകളെ നിരാകരിക്കുകയാണ് ചെയ്തത്. അന്ന് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ യുദ്ധം നിമിഷ നേരം കൊണ്ട് തന്നെ അവർക്ക് ജയിക്കാൻ സാധിക്കും, അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു. ഇനി യുക്രൈനെ സംബന്ധിച്ചും ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമായി. ഇങ്ങനെ ഒരു സമയത്ത് പക്ഷപാതമില്ലാതെ അതായത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ കർത്താവിനാൽ സ്ഥാപിതമായ സഭയുടെ മടിത്തട്ടിൽ ഇരുന്നുകൊണ്ട് പരിശുദ്ധ സിംഹാസനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രണ്ട് ശത്രുക്കളെ നേരിട്ട് സംസാരിക്കാൻ പോവുകയാണ്. ഈ സംസാരം കഴിയുമ്പോൾ മഞ്ഞ് ഉരുകും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ റഷ്യ ഇപ്പോഴും അവരുടെ തീരുമാനം പറഞ്ഞിട്ടില്ല. ചർച്ചയ്ക്ക് സന്നദ്ധമാണ്. അവർ ചർച്ച എവിടെ നടത്തണം എന്ന കാര്യത്തെ കുറിച്ച് അവരിപ്പോഴും തീരുമാനം അറിയിച്ചിട്ടില്ല. മാർപ്പാപ്പയുടെ വാക്കുകളെ അവർ വിലമതിച്ചു, അതിന് അവർ നന്ദി പറഞ്ഞു. പക്ഷേ തീരുമാനം വരാൻ കാത്തിരിക്കുകയാണ്. അവരും ആ തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു ചർച്ച വത്തിക്കാനിൽ വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പോടുകൂടി തന്നെ പറയാം ഈ യുദ്ധം വിരാമമാകും. കാരണം ഇത് മാനുഷികമായിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിന്റെ ഒരു ഇടപെടൽ ഈ യുദ്ധം അവസാനിക്കാൻ അത്യാവശ്യമാണ്. അത് വത്തിക്കാനിൽ വെച്ച് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പുതിയ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയുടെ ഈ ആദ്യത്തെ ഇനീഷ്യേറ്റീവ് അത് വിജയിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ലോകത്തിലുള്ള സകല സംഘർഷങ്ങളും വിരാമം കൂടാനായിട്ട് താൻ ആഗ്രഹിക്കുന്നതായിട്ട്, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ലയോ 14 മാർപ്പാപ്പ തന്റെ മാർപ്പാപ്പയായിട്ടുള്ള ആരംഭ ദിവസങ്ങളിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയ പ്രത്യാശയുടെ സമയമാണ്. 2024 ലയോ 14 മാർപ്പാപ്പ കർദിനാളായിരുന്ന സമയത്ത് പെറുവിലെ ചെക്ലായയിൽ വെച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചപ്പോൾ അന്ന് ലയോ 14 മാർപ്പാപ്പ പറഞ്ഞത് യുക്രൈനിൽ റഷ്യയുടേത് ഒരു സാമ്രാജ്യത്വ അധിനിവേശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാർപ്പാപ്പയുടെ ആ വാക്കുകൾ ഇപ്പോഴും സജീവമാണ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് ഒരല്പം മടിയുണ്ടായിരിക്കാം ഈ ഒരു ചർച്ചയിലേക്ക് കടന്നു വരാനായിട്ട്. പക്ഷേ റഷ്യ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഈ യുദ്ധം അവസാനിച്ചിരിക്കും. ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ യുദ്ധമാണ്. അതുമല്ലെങ്കിൽ ഒരു ചേരിയും മറ്റൊരു ചേരിയും തമ്മിലുള്ള യുദ്ധമാണ്. എന്നുവെച്ചാൽ നാറ്റോയും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണിത്. അതുമല്ലെങ്കിൽ നാറ്റോയും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അതുപോലെ ഇറാനും ഇങ്ങനെ രണ്ട് ചേരിയായി നിന്നുകൊണ്ടുള്ള യുദ്ധമാണിത്. ഒരുപക്ഷെ ലോകത്തെ വിദഗ്ധർ പലപ്പോഴും വിലയിരുത്തുന്നത് പോലെ ഇതൊരു ലോകമഹായുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. എന്നാൽ ഇപ്പോൾ ലയോ 14 പാപ്പ എടുത്തിരിക്കുന്ന ഈ നിലപാട്, ഞാൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് എടുത്തിരിക്കുന്ന ഈ നിലപാട് ഒരു വലിയ സമാധാനത്തിലേക്ക് ലോകത്തെ എത്തിക്കുവാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് റഷ്യയ്ക്കും ഉക്രൈനും, അതുമല്ലെങ്കിൽ നാറ്റോയ്ക്കും, അതുപോലെ മറുചേരിയായ ചൈനയ്ക്കും റഷ്യയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.